ഈ നാട്ടിൻപുറത്തൊക്കെ പഠിക്കാനൊക്കെ മോശം ആളുകളെയൊക്കെ പട്ടണത്തിലേക്ക് പറഞ്ഞേക്കും. 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റ് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി പെട്ടത് ബാംഗ്ലൂരായിരുന്നു. അവിടെ ഞാനിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് അലഞ്ഞു നടക്കുന്ന സമയത്ത് ഞാനൊരു മലയാളിയെ പരിചയപ്പെടാം. ഭാഷയൊന്നും അറിയില്ല. 16 വയസ്സായിട്ടില്ല എനിക്കത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു പണി വേണം. അപ്പോൾ പുള്ളി എന്നിങ്ങനെ നോക്കി, കാരണം ചെറിയ പയ്യനാണല്ലോ, അങ്ങനെ മുഖത്ത് കെട്ടിയിട്ട് അങ്ങനെ ഇവിടെ കൊണ്ടുപോയതാണ്. അങ്ങനെ പുള്ളിക്ക് അവിടെ ഈ സർജറി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാണ്. അവിടെ എനിക്കൊരു എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഇത് വാഷ് ചെയ്യുക, പാക്ക് ചെയ്യുക, അതുപോലെ പരിപാടികളൊക്കെ. അപ്പോൾ അതായിരുന്നു എൻ്റെ പണി. ബാക്കിയുള്ള സമയം ഞാനിങ്ങനെ ഇതുണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഞാനങ്ങനെ വളരെ താല്പര്യത്തോടെ ശ്രദ്ധയോടെ അങ്ങനെ പോയി നിന്ന് നോക്കുന്നത് എൻ്റെ ഓണർ ഒരു ദിവസം കണ്ടു. അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തലാട്ടിയതാണ്. അപ്പോൾ പുള്ളി എൻ്റെ കഴുകൽ മുടക്കിലും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ കൂട്ടിരുന്നോട്ടോ, ഇതൊരു പണി പഠിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയത് തന്നെ. എൻ്റെ വാടക വീടിൻ്റെ പുറകിൽ 2 ടാർപ്പായ വലിച്ചു കെട്ടിയിട്ട് തുടങ്ങിയ ഈ പരിപാടി ഇന്ന് കേരളത്തിൽ ഞാൻ 10 വർഷം പിന്നിട്ടു. 10 വർഷം പിന്നിട്ടപ്പോഴേക്ക് ഞാൻ കേരളത്തിലെ ബെസ്റ്റ് ഇന്നോവേഷൻ ടെക്നോളജിക്ക് നമ്മുടെ കൈരളി ചാനലിൻ്റെ ചെയർമാൻ, നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ മമ്മൂക്കയുടെ അടുത്ത് എനിക്ക് വാങ്ങാനുള്ളൊരു